പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സിന് ഇന്ന് സമാപനം. വട്ടിയൂർക്കാവിലാണ് സമാപന ചടങ്ങ്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച DGP മാർച്ച് ഓഫീസിലേക്കുള്ള മാർച്ച് ഇന്നാണ്. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കും. കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളത്തെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് അടുത്ത മാസം 1-2 തീയതികൾ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും, അതായത് മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നവംബർ 18-ന് മഞ്ചേശ്വരത്ത് എന്ന നവകേരള സദസ്സ് ആരംഭിക്കുന്നത്. ഈ സദസ്സിന്റെ സമാപനം ഇന്ന് വട്ടിയൂർക്കാവിൽ നടക്കും. ഇതിൽ ഏറ്റവും പ്രധാനം കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുണ്ട്. ഇത് ജനുവരി 1-2 തീയതികളിലാണ് നടക്കുക. ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, സർക്കാരിനെ വരിഞ്ഞുമുറക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ തുറന്നു കാട്ടുക. ഇത് രണ്ടുമായിരുന്നു ഈ സർക്കാർ ഇത്തരം ഒരു യാത്ര പദ്ധതി ചെയ്യുമ്പോൾ സർക്കാരിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇത് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി മാറി എന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങളും ചില നടപടികളും നവകേരള സദസ്സിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കാരണം ഇതിൽ 2 കാര്യങ്ങൾ ഇടതുമുന്നണി ലക്ഷ്യമിട്ടിരുന്നു. ഒന്ന്, സർക്കാർ വിരുദ്ധ മനോഭാവം ജനങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റുക, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പരാതികൾ കേൾക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇടതുമുന്നണി സംവിധാനത്തെ, അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുമായി അടുത്തു നിൽക്കുന്ന ജനങ്ങളെയൊക്കെ ചലിപ്പിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ഈ രാഷ്ട്രീയ ലക്ഷ്യം നേടാനായി എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ പൊതുവായ ഒരു വിലയിരുത്തൽ. എന്നാൽ മറ്റു വശങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെലവിൽ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു എന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് പലപ്പോഴും നവകേരള സദസ്സിലെ പ്രസംഗങ്ങൾ എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ സംഘർഷമായി മാറുന്നു എന്നൊരു ചിത്രം കൂടിയാണ്. പലയിടത്തും യൂത്ത് കോൺഗ്രസും DYFIയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് മർദ്ദിക്കുന്നു. ഇതിന് DYFIയുടെ ഒരു പിന്തുണ കൂടി ലഭിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് KPCC DGP ഓഫീസ് മാർച്ചിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഇന്ദിരാഭവനിൽ നിന്ന് തുടങ്ങുന്ന ഈ മാർച്ച് KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളാണ് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടി ഇന്ന് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്, അതായത് യുവാക്കൾക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ സംഭവബഹുലമായ ഒരു രാഷ്ട്രീയ നീക്കം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഏതായാലും നവംബർ 18 തുടങ്ങിയ നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നേരത്തെ SKN തന്നെ സൂചിപ്പിച്ച പോലെ നവകേരള സദസ്സ് ആദ്യമാണെങ്കിൽ ഈ നവകേരള സദസ്സിൽ തന്നെയുള്ള അത്യപൂർവം സംഭവങ്ങളിലൊന്നാണ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കുക എന്നുള്ളത്. ഇത്ര ഒരുപാട് പ്രത്യേകതകൾ ഇങ്ങനെ നിറഞ്ഞതായിരുന്നു ഈ നവകേരള സദസ്സ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഓഡിറ്റ് നടക്കുക, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകൾ, ഈ അപേക്ഷകളിൽ സർക്കാർ എന്ത് തീരുമാനമെടുത്തു, അതോടൊപ്പം തന്നെ എത്ര അപേക്ഷകൾ തീർപ്പാക്കി, ഇത്തരം കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകും പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ നവകേരള സദസ്സിനെ വിലയിരുത്തുക. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.